ഹലോ. ഹായ് ഹലോ. സുഖമല്ലേ എല്ലാവർക്കും? എനിക്ക് സുഖം, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു ചാള അച്ചാറുണ്ടാക്കാം. ചെറിയ ചാളയാണേ. ഇതിലെ കുറെ മുള്ളൊക്കെ എടുത്ത് ഞാൻ മാറ്റിയിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ വച്ചേക്കണത്. ചെറിയ ചെറിയ മുള്ളൊക്കെ ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു. അത് വെട്ടിയപ്പോൾ തന്നെ അതിൻ്റെ അകത്തത്തെ മുള്ള് വെച്ച് കത്തി കൊണ്ട് ഞാനിങ്ങനെ എല്ലാം പിഴുത് കളഞ്ഞായിരുന്നു. അപ്പം മുള്ള് കുറവായി. ഇപ്പം മുള്ളില്ല. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ നിൽക്കണ മുള്ളെല്ലാം ഞാൻ എടുത്ത് കളഞ്ഞായിരുന്നു. കണ്ടാ. അപ്പം ഇതിനകത്ത് ശകലമുള്ളൂ, ഒരു 1/2 കിലോയേ ഉള്ളൂ കേട്ടോ, ഒരു ശകലമുള്ളൂ. അപ്പം നമുക്ക് ഇത്രയും ഉപ്പും മുളകൊക്കെ പെരട്ടാം അതിനകത്ത്. എരിവെള്ള മുളക് പൊടിയാണ് ശകലം ഇട്ടിട്ടുണ്ട്, ഒരു 1/2 സ്പൂൺ. പനിയൊക്കെ ആയിരുന്നു, ജലദോഷവും പനിയും ഒക്കെ ആയിരുന്നു, അതുകൊണ്ട് തീരെ വയ്യായിരുന്നു. ശ്വാസം മുട്ടും ചെറിയൊരു ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. നമുക്ക് ഒരു ശകലം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇത്ര ഇട്ടിട്ടുണ്ട്. ശകലം വിനാഗിരി കൂടെ ഒഴിക്കാം നമുക്ക്. ശകലം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് തേച്ച് പിടിപ്പിച്ച് വെക്കാം. ഇതിനകത്ത് ഞാൻ എരിവെള്ള മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, ഇത്തിരി വിനാഗിരി, പിന്നെ ഒരു ശകലം എരിവില്ലാത്ത മുളക് പൊടി, പിരിയ മുളക് പൊടി, ഇത്രയും തേച്ച് ഞാൻ പിടിപ്പിക്കുവാണ്. ഇത്രയും തേച്ച് ഞാൻ ഇങ്ങനെ പിടിപ്പിക്കുക. അപ്പൊ തന്നെ ഉണ്ടാക്കുവാണ് ഞാൻ, വയ്ക്കണമൊന്നുമില്ല. എന്തായാലും 1/2 കിലോ ചാളയേ ഉള്ളൂ. ഞാൻ കുഞ്ഞു ചാളാണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചതാണ്. അപ്പൊ ഇത് നമുക്ക് അച്ചാറുണ്ടാക്കാം. ഗ്യാസ് കത്തിച്ചിട്ടേ നമുക്ക് ചീനിച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ടേ. ചെറിയൊരു ശ്വാസം മുട്ടൊക്കെ ഉണ്ട് എനിക്ക്. പനിയൊന്നും ശരിക്കും മാറിയിട്ടൊന്നുമില്ല. വെള്ളിയാഴ്ച തുടങ്ങിയതാണ് പോയി, ശരിക്കും മാറിയിട്ടൊന്നുമില്ല. ചെറിയൊരു ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ആ പനിയും വെച്ചുകൊണ്ടാണ് ജോലിക്ക് പോയത്. അപ്പൊ അതുകൊണ്ട് തീരെ വയ്യായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോ പനിയും കൂടി. അങ്ങനെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കണ ശകലം ആയോണ്ടേ പിന്നെ എണ്ണയിലും ഉണ്ടാക്കാം. ചിലവർക്ക് എണ്ണയുടെ ടേസ്റ്റ് ഇഷ്ടപ്പെടൂല, ചിലവർക്ക് ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് ഇതിനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. അപ്പൊ ഞാനത് കാരണം ശകലം വെളിച്ചെണ്ണ. അപ്പൊ അതിൽ തന്നെ നമുക്ക് അല്ല അച്ചാറും കൂടി അങ്ങനെ ഉണ്ടാക്കാം. വേറെ എണ്ണയൊന്നും എടുക്കണില്ല. ഇവിടെ അമ്മനി ഇവിടെ കിടപ്പണ്ടേ. കുഴപ്പമൊന്നുമില്ല, ഇവിടെ കിടപ്പുണ്ട്. എനിക്ക് ടൂറൊക്കെ പോയിട്ട് വന്നിട്ട് കിടക്കുക. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ചില ആൾക്കാർ പറയാ യൂട്യൂബിലൊന്നും ആയിട്ടില്ലെന്നില്ല, എന്നിട്ട് എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസയൊക്കെ കിട്ടുന്നുണ്ടെന്നും പറഞ്ഞിട്ട് ആൾക്കാർ ഭയങ്കര ഇതാണ്. എനിക്ക് യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ട്, മറ്റേതാണ് മറിച്ചതാണോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഓരോ പ്രശ്നങ്ങളാണ് നമുക്ക്. നമ്മുടെ അവസ്ഥ നമുക്കല്ലേ അറിയുള്ളൂ. അപ്പം ചാള ഇട്ട് കൊടുക്കാം. ഞാൻ ചാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/2 കിലോ ചാളയുള്ളൂ, കുഞ്ഞു ചാളയുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാ, നമ്മള് വാടകയ്ക്കൊക്കെയാണ് താമസിക്കണത്. കഴിവുണ്ടായിട്ടൊന്നുമല്ല നമ്മൾ വാടകയ്ക്കൊക്കെ താമസിക്കണത്. പിന്നെ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് താമസിക്കണ്ടേ, അതുകൊണ്ടാണ് നമ്മൾ താമസിക്കണത്. അപ്പൊ കാര്യം പറയണത്, നമ്മള് എൻ്റെ മോൻ പഠിച്ചും കൊണ്ട് അവൻ ജോലി ചെയ്യണേനു. അവൻ പ്ലംബിങ്ങും വയറിങ്ങും പഠിച്ചുകൊണ്ടാണ് അവൻ ജോലി ചെയ്യണത്. എനിക്കാണെങ്കിൽ പല പല അസുഖങ്ങളും എനിക്കുണ്ട്. നമ്മള് യൂട്യൂബ് ചാനൽ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് പൈസ കിട്ടുന്നുണ്ട്, പൈസ കിട്ടി തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെയാണ് എല്ലാവരും പറയണത്. നമ്മള് ഇവിടെ കിടക്കണം എന്ന് പറഞ്ഞാൽ, ഇത്ര അമ്പലത്തിന്റെ അടുത്ത് കിടക്കണം എന്ന് പറഞ്ഞാൽ, ദൂരെ ഒന്നും പോയി കഴിഞ്ഞാൽ നമുക്ക്
പോയി വരാനായിട്ടുള്ള ബുദ്ധിമുട്ട് കാരണം, ഉള്ളിലോട്ട് കയറി പോകാൻ ബുദ്ധിമുട്ട് കാരണമാണ് നമ്മൾ ഇവിടെ തന്നെ ഇങ്ങനെ താമസിക്കുന്നത്. ഇപ്പൊ ഇവിടെ താമസിക്കുന്നത് പറഞ്ഞാൽ 5-6 കൊല്ലമായി, 6-7 കൊല്ലമായി താമസിക്കുന്നത് നമ്മളിവിടെ. അപ്പൊ നമ്മളോട് മാറാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് വാടക കൂട്ടി, ഇത്രേ ഉള്ളൂ. നമ്മള് കഷ്ടപ്പെട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടത്. നമ്മൾ ആരുടെയും കയ്യിൽ നിന്ന്, വെറുതെ ആരുടെയും കയ്യിൽ നിന്നൊന്നും നമ്മൾ 10 പൈസ ആരോടും ചോദിക്കണമില്ല. നമുക്ക് വേണ്ടാന്നാണ്. നമ്മൾ അധ്വാനിച്ചിട്ട് തന്നെ നമ്മൾ ജീവിക്കണത്. പക്ഷെ എല്ലാവരും ഇവിടെ ആൾക്കാരെ വിചാരം യൂട്യൂബ് ചാനൽ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കണ്ടു അപ്പൊ തന്നെ പൈസ കിട്ടി തുടങ്ങി എന്നൊക്കെയാണ് ആൾക്കാരുടെ വിചാരം. അതും പറയണത് നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് അത് പറയുന്നത്. വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരല്ല, എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരാൾക്കാരാണ് അതൊക്കെ പറയുന്നത്. അവർക്കൊക്കെ അറിയാൻ പറ്റും നമ്മൾ എന്തുകൊണ്ടാണ്, എന്തോരം ആയിക്കഴിഞ്ഞാലാണ് യൂട്യൂബ് ചാനലിൽ നിന്ന് പൈസ കിട്ടണത്, എങ്ങനെയാ പൈസ കിട്ടണത് എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പൊ ഒരു 100 ആയിട്ടുള്ളൂ. അതിൽ കൂടുതലൊന്നും എന്റെ ചാനലിൽ ആയിട്ടില്ല. 100, 102, 103 എങ്ങാണ്ട് ആയിട്ടുള്ളൂ. ഇത്ര ഇതായിട്ടുള്ളൂ. എന്നിട്ട് പോലും അങ്ങനെയൊക്കെ പറയണു. പക്ഷെ എനിക്കത് കേട്ടപ്പോ ഭയങ്കര ഒരു വിഷമം തോന്നി സത്യം പറഞ്ഞാൽ. പിന്നെ അവൻ പറഞ്ഞു, എന്തിനാ അമ്മ ഇതൊക്കെ പറയണേ, എന്ത് കാര്യത്തിനാ, വേണ്ട പറയണ്ട, നമ്മുടെ ബുദ്ധിമുട്ട് നമ്മുടെ കയ്യിൽ, നമ്മുടെ മനസ്സിൽ ഇരുന്നോട്ടെ, എന്ത് കാര്യത്തിന് ഇതൊക്കെ പറയണേന്ന്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് തന്നെ ജീവിക്കുന്നത്. നല്ലപോലെ കഷ്ടപ്പെട്ടായിരുന്നു. എത്ര കൊല്ലമായെന്നറിയാമോ വാടകയ്ക്ക് താമസിക്കണം. ഇതുവരെയും നമുക്കൊരു വീടുമില്ല, ഒന്നുമില്ല. നമ്മൾ ആകെ കഷ്ടപ്പെട്ട് തന്നെ നമ്മൾ ജീവിക്കണം. അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് പല പല അസുഖങ്ങളും എനിക്കുണ്ട്. നമ്മളിതൊന്നും നമ്മൾ ആരോടും പറഞ്ഞ് നമ്മളെ ആരുടെയും കയ്യിൽ നിന്ന് സിമ്പതി പറ്റാനല്ല നമ്മൾ പിന്നെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. നമുക്ക് മനസ്സിനൊരു വിഷമമാണ് ഇതൊക്കെ കേൾക്കുമ്പോൾ. ഞാനെല്ലാം ചിരിച്ചുകൊണ്ട് സംസാരിക്കുന്ന ഒരാളാണ്. എനിക്ക് ചിരിച്ചുകൊണ്ട് സംസാരിക്കണമെന്നാണ് എനിക്ക് ഇഷ്ടം. നമ്മുടെ ദുഃഖങ്ങൾ ആരും നമ്മൾ അറിയിക്കണ്ടല്ലോ എന്നുള്ള വിചാരത്തിൽ നമ്മൾ ചെയ്യുന്നത്. നമുക്ക് ജോലി ചെയ്ത കാശ് പോലും നമുക്ക് തരാൻ, അർഹതപ്പെട്ട കാശ് പോലും തരാൻ ആൾക്കാർക്ക് മടിയാണ്. അങ്ങനെയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ ഇത് ഇനി ഒരിഞ്ഞിട്ട് നമുക്ക് കാണാം. അത്രേ ഉള്ളൂ ഇപ്പൊ എന്റെ വിശേഷങ്ങൾ പറയാനായിട്ട്. എനിക്കൊരു വിഷമം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞതാട്ടോ. അല്ലെങ്കിൽ മോൻ പറഞ്ഞതാ, അതൊന്നും പറയണ്ടെന്ന് അവൻ പറഞ്ഞതാ. പക്ഷെ എന്റെ മനസ്സിലൊരു വിഷമം, ഭയങ്കര ഒരു വിഷമം വന്നുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രമാണ്. എല്ലാവർക്കും അത് ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. എന്റെ മനസ്സിന്റെ ഒരു വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. നമുക്ക് ഇനി ഇത് ആയോ എന്ന് നോക്കാം. നല്ലോണം മൊരിയട്ടെ. നല്ലോണം മൊരിഞ്ഞാലാണ്, അല്ലെങ്കിൽ അധികം ദിവസം ഒന്നും ഇരിക്കാൻ പോണില്ല. ഇതൊക്കെ പെട്ടെന്ന് കൂട്ടി തീർക്കും. എന്നാൽ 1/2 കിലോയേ ഉള്ളൂ. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. എന്നാൽ വെളിച്ചെണ്ണ വെറുതെ വേസ്റ്റ് ആയി പോകണ്ടല്ലോ. അത് കാരണം ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുള്ളൂ. കാര്യം ഇതൊന്നും കൂടി ആവട്ടെ. ഒന്നും കൂടി ആയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ചെയ്യാം. എനിക്ക് ശ്വാസം മുട്ടുണ്ട് നല്ലപോലെ. അതുകൊണ്ട് ഞാൻ എനിക്ക് പറയുമ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ശ്വാസം വലിച്ചു വിടണേൻ്റെ ഒരു ഇതുണ്ട്. എനിക്ക് ശ്വാസം മുട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ട് എനിക്കിപ്പോ പനി വന്നേ. പിന്നെ ഇതിപ്പോ കൂടുതലാണ്. അതിന് മുമ്പായിട്ട് എനിക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഡോക്ടറോട് വെച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു തൈറോയിഡിന്റെ ഒക്കെ ആയതുകൊണ്ടാണ്, തൈറോയിഡും കൊളസ്ട്രോളൊക്കെ ഉള്ളതുകൊണ്ടാണ് എന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞത്. അതുകൊണ്ടാണ് അങ്ങനെ ശ്വാസം മുട്ടണേ, കുഴപ്പമൊന്നുമില്ല, അത് മാറിക്കോളും, അതൊക്കെ നോർമലായി കഴിയുമ്പോൾ ശരിയായിക്കോളൂ എന്നാണ് പറഞ്ഞത്. അത് കാരണം പനിയായിരുന്നു. ഇനി ഞാനേ ഇതൊന്ന് കോരി മാറ്റട്ടെ. കോരി മാറ്റിയിട്ട് ഇനി നമുക്ക് കാണാം. നമ്മുടെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും ഉണക്കമുളകും ഇട്ടിട്ടുണ്ട്. കടുക് പൊട്ടിച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഉലുവ, കായം, മഞ്ഞപ്പൊടി, എരിവില്ലാത്ത മുളക് പൊടി, എരിവെള്ള മുളക് പൊടി, ഇത്രയും സാധനം. ഇത്രയും സാധനം ഇട്ടിട്ടുണ്ട്. ഞാൻ വീഡിയോ ഓൺ ചെയ്യാൻ മറന്നുപോയായിരുന്നേ. വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ഉണക്കമുളക്, കറിവേപ്പില, ഒരു തണ്ടിന്റെ പകുതി കറിവേപ്പിലയാണ് എടുത്തത്. ഇതിനകത്ത് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടി, കായം, ഉലുവാപ്പൊടി, 1 സ്പൂൺ കാശ്മീരി ചില്ലി, 1.5 സ്പൂൺ എരിവെള്ള മുളക് പൊടി. ഇത്ര സാധനം ഞാൻ ഇട്ടിട്ടുണ്ട്.
ഞാൻ നല്ലപോലെ ഒന്ന് മൊരിയട്ടെ. ഇതെല്ലാം നല്ലോണം മൊരിയട്ടെ. മൊരിഞ്ഞിട്ട് നമുക്ക് ഇനി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് ഉള്ളതുകൊണ്ടാണ് ഞാൻ എരിവെള്ളം മുളക് പൊടി ഞാൻ കുറച്ചത്. ഭയങ്കര എരിവായി പോകും. 1 കിലോ ചാളേ ഉള്ളൂ, ഒരുപാട് എരിവ് വേണ്ടല്ലോ. നമ്മുടെ കേരമീൻ കറി വെച്ചിട്ട് അവൻ പണിസ്ഥലത്ത് പിള്ളേർക്കൊക്കെ കൊണ്ടേ കൊടുത്ത്, പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. കേര കറി വെച്ചിട്ട് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞു. നല്ല കറിയായിരുന്നു എന്ന് പറഞ്ഞു. നല്ല എരിവും പുളിയും ഉപ്പും ഒക്കെ ഉണ്ടായിരുന്നു. നല്ലപോലെ വാടി വരട്ടെ. ഇത് നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇത് കണ്ട നല്ലപോലെ വാടിയിട്ടുണ്ട്. പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലപോലെ വാടിയിട്ടുണ്ട്. ഉണക്കമുളകൊക്കെ നല്ലോണം മൊരിഞ്ഞിട്ടുണ്ട്. കറിവേപ്പിലയും ഒക്കെ നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഈ പൊടികൾ ഇട്ട് കൊടുക്കാം. പൊടി നല്ലപോലെ മൂത്ത് വരട്ടെ. പച്ചമണം പോകണം. പച്ചമണം പോയാലാണ് ഞാൻ ഒരുപാട് മീനൊക്കെ വെക്കുമ്പോ ഇത് ആദ്യം ഇഞ്ചിയും പച്ചമുളകും ഇതൊക്കെ വറുത്ത് കോരി എടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ചെയ്താൽ മതി. എന്നിട്ട് മീനിട്ട് വറുത്താൽ മതി. ഇതിപ്പോ ഞാൻ ശകലം 1/2 കിലോയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇതിങ്ങനെ ചെയ്തേ. ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്ക് മീനിട്ട് കൊടുക്കാം. മീനില് അങ്ങനെ ചെയ്തോണ്ടേ മുള്ള് കുറവാണ്. മുള്ള് കുറവാണ്. മുള്ളൊക്കെ കുറവാണ് നമുക്ക് അങ്ങനെ ചെയ്തോണ്ട്. അതേപോലെ തന്നെ വറുത്തേന്റെ വെളിച്ചെണ്ണയും ബാക്കി വന്നില്ല. ഇതൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മുടെ ചാള അച്ചാറിന്റെ പകുതി ഘട്ടമായി. ഇത് ചെറിയ ചാളയായതുകൊണ്ടാണ് ഇങ്ങനെ. ഇത്തിരിയുടെ വലുതാണെങ്കിൽ ഇത്തിരിയുടെ വലിപ്പം കാണും. അതല്ല ആ മുള്ളുമില്ല. കണ്ട ആ മുള്ളൊക്കെ, അല്ലെങ്കിൽ ഇങ്ങനെ അച്ചാർ ഇങ്ങനെ ഇതാക്കുമ്പോ മുള്ളുണ്ടാവും. ഇതിപ്പോ മുള്ളില്ല. ചാള അച്ചാറൊക്കെ നല്ലതാണ്. എനിക്ക് തോന്നുന്നു എല്ലാ മീനിലും ഏറ്റവും നല്ലത് ചാളച്ചാറാണെന്നാ തോന്നണേ. എൻ്റെ ഒരു തോന്നലാണ്. എല്ലാവരുടെയും അഭിപ്രായം എനിക്കറിയില്ല. ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കാം നമുക്ക്. ചട്ടി ആയോണ്ടേ പെട്ടെന്ന് ചൂടായോണ്ടാ ഞാൻ ഓഫ് ചെയ്തത്. ഇത് നാളത്തേക്കൊക്കെയാണ് നല്ലത്, 2-3 ദിവസം കഴിഞ്ഞ് കഴിക്കുമ്പോ. പക്ഷെ അതിനുള്ള അവസരം കിട്ടൂല. വിനാഗിരി, ഇതിനൊരു സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഞാൻ. നമ്മുടെ അച്ചാറിന്റെ ലാസ്റ്റ് ഘട്ടം കഴിഞ്ഞു. നല്ല തീ ഓഫ് ചെയ്തേക്കാം. നമ്മുടെ അച്ചാറ് റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി അച്ചാറ് കണ്ട. ഉപ്പും വിനാഗിരിയും 1/2 കിലോ ഉള്ളു. അത് കാരണം ഞാൻ 1/2 കിലോ ചാളയല്ലേ ഉള്ളൂ. ഉപ്പും വിനാഗിരിയൊക്കെ കറക്റ്റാ. ഇവിടെ അടിപൊളി ചാളയച്ചാറ് നല്ല ടേസ്റ്റാ. അപ്പൊ ഇങ്ങനെ മുള്ളെടുത്ത് കളഞ്ഞ കാരണം അധികം മുള്ളിങ്ങനെ പുറത്ത് കാണണില്ല. കണ്ട മുള്ള് കാണണില്ല. അല്ലെങ്കിൽ ഇങ്ങനെ മുള്ളൊക്കെ ഇങ്ങനെ വിടർന്ന് നിൽക്കൂലേ. ഞാനതെല്ലാം കണ്ടിച്ച് കളഞ്ഞു. നല്ല ഫ്രഷ് ചാളയായിരുന്നു, അതുകൊണ്ട് ഞാനെല്ലാം കണ്ടിച്ച് കളഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ടാറ്റാ.